ജാഫറോ? നീയായിരുന്നോ? നീ എന്താ ഈ രാത്രിയില്? കണ്ണേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അതിന് നീ രാത്രിയിലും വന്ന് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ എന്തിനാ? കണ്ണം വിളിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? അയാള് നിന്റെ ഭർത്താവല്ലേ, അപ്പോ അയാൾക്ക് നിന്നെ വിളിക്കണം എന്നുള്ള തോന്നലുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മഞ്ജുവിന്റെയും അതുപോലെ അനന്തുവേന്റെയും വീട്ടിലായിരുന്നല്ലോ. എന്നിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് ഓടി വന്ന് കണ്ണേട്ട എവിടെയാണെന്ന് ചോദിച്ചാ ഞങ്ങൾക്കറിയോ കണ്ണേട്ട എവിടെയാണെന്ന്? എന്റെ കുഞ്ഞിന് എന്താടി സംഭവിച്ചത്? ഒരായിരം തവണ നിന്നോട് പറഞ്ഞതല്ലേ അവനെ കാനന പാതയിൽ കൂടെ വിടണ്ടാന്ന്. എന്നിട്ട് നീ കേട്ടോ? എടി, എന്റെ കുഞ്ഞിന് ശരിക്കും എന്താടി പറ്റിയത്? പറയടി, എന്താ സംഭവിച്ചതെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ലമ്മേ. കാനനപ്പാതയിലൂടെ ഒരു കേടുപാടും കൂടാതെ മാർക്കോയും കൂട്ടരും എന്നെ സന്നിധാനത്തെത്തിച്ചു. സുഖമായിട്ട് തൊഴുതിറങ്ങുകയും ചെയ്തു. എന്നിട്ട് പിന്നെ നീ ഇതുവരെ എവിടെയായിരുന്നു മോനെ? തിരികെ വന്നതിന് ശേഷം മഞ്ജുവിന്റെ വീട്ടിലും പിന്നെ അനന്തുവിന്റെ വീട്ടിലും ഒക്കെ പോയി. അതിനുശേഷം ദാ ഇവിടെ വന്ന് മാല അഴിച്ചു. നീ എപ്പോഴാ ഇവിടെ വന്നേ? ഇങ്ങോട്ടൊന്നും വരവില്ലായിരുന്നല്ലോ. പിന്നെ എന്താ ഇന്ന് പതിവില്ലാതെ വന്നത്? ഇയാളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കണ്ടോടാ.